നമസ്കാരം. 24 ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇതുവരെ വന്ന 24 പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഹർജിക്കാർക്ക് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി. അതുവരെ വഖഫ് ബോർഡ് നോട്ടീസിന്മേൽ സംരക്ഷണത്തിന്റെ ഭാഗമായി സ്റ്റേ നൽകാമെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. വഖഫ് ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച്. മുനമ്പം ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ സമയബന്ധിതമായി റിപ്പോർട്ട് നൽകുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. പ്രശ്നപരിഹാരത്തിനായി സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകുമെന്നും 24-നോട്. വഖഫ് ബോർഡ്, ഫറൂഖ് കോളേജ്, അതുപോലെ മുനമ്പം നിവാസികൾ, ഇവരുടെ എല്ലാം നിലപാട് എഴുതി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗവൺമെൻറ്റിനോട് അത് കഴിഞ്ഞ് എല്ലാം അവിടുത്തെ സ്ഥിതിവിശേഷം എല്ലാം ചോദിച്ച് അവിടുത്തെ വസ്തുവിൻ്റെ അവൈലബിലിറ്റിയും അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് അടുത്ത മാസം ഞാൻ എല്ലാവരെയും കേൾക്കും. അടുത്ത മാസം ജാനുവരി കേട്ട് ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഫെബ്രുവരി തന്നെ റിപ്പോർട്ട് എഴുതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടുള്ള തിരക്കുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ പോകുന്നത്. മാടായി കോളേജ് നിയമന വിവാദത്തിൽ ആടിയുലഞ്ഞ് മലബാറിലെ കോൺഗ്രസ് രാഷ്ട്രീയം. MK രാഘവൻ MPക്കെതിരെ കണ്ണൂർ DCC KPCC നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. ബന്ധുവായ DYFI പ്രവർത്തകന് ജോലി നൽകിയെന്ന് കുറ്റപ്പെടുത്തൽ. ആരോപണങ്ങൾ തള്ളി MK രാഘവൻ. നിയമനവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ചിലർ പുകമറ സൃഷ്ടിക്കുന്നുവെന്ന് പ്രതികരണം. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒരു പോസ്റ്റാണ്. ആപ്ലിക്കേഷൻ വന്ന് 16, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് 9. ഈ ഇന്റർവ്യൂ നടത്തുന്നത് കഴിഞ്ഞ 7-ാം തീയതിയാണ്. അത് ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറിയാണ് ഗവൺമെന്റ് നോമിനിയായി വന്ന് ഇന്റർവ്യൂ നടത്തുന്നത്. ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ട PSC നിശ്ചയിക്കപ്പെട്ട നോംസാണെല്ലാം. അപ്പോൾ വളരെ ബോധപൂർവം ഈ സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇപ്പം ആരംഭിച്ചിട്ടുള്ളത്. അതിലാണ് ഈ എല്ലാ ബഹളവും ഉണ്ടാക്കി ഇങ്ങനെ ഒരു എന്നെ വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമാണ് ഇതിന്റെ പുറകിൽ. MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അടക്കം കൂടുതൽ നേതാക്കൾ രാജ്യസന്നദ്ധത അറിയിച്ചു. കണ്ണൂർ മാടായി കോളേജിൽ നിയമനം ലഭിച്ചവരിൽ നിന്ന് കോഴ വാങ്ങിയെന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥി 15 ലക്ഷം കോഴ വാങ്ങിയാണ് നിയമനമെന്നാണ് നിതീഷ് TVയുടെ ആരോപണം. അഭിമുഖ പാനലിലെ സർക്കാർ പ്രതിനിധിക്ക് പരാതി നൽകിയെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായ നിതീഷ്. ശനിയാഴ്ച നടന്ന ഇന്റർവ്യൂവിൽ രണ്ടാമത് ഇന്റർവ്യൂ ചെയ്തത് തന്നെയാണ്. അതേസമയം തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ള സർക്കാർ പ്രതിനിധിക്ക് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MPയുടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി പരട്ടി പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ടിയുള്ള സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു. പത്തനംതിട്ട വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിലെ മാനേജ്മെന്റ് സീറ്റിലെ പ്രവേശനത്തിൽ അട്ടിമറി നടന്നെന്ന 24 വാർത്തയിൽ ഇടപെടലുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോപണം ഗൗരവമേറിയതെന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. 24 ഇംപാക്ട്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ കാര്യം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. തീർച്ചയായിട്ടും അതിൽ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആ തലത്തിൽ നിയമപരമായി നടത്തേണ്ടതായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കും. സർക്കാർ ഇക്കാര്യം തീർച്ചയായിട്ടും സമഗ്രമായിട്ട് പരിശോധിക്കും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി സുതാര്യമായി മറ്റു സംസ്ഥാനങ്ങളെ ഒക്കെ അപേക്ഷിച്ച് വളരെ മികച്ച നിലയിൽ ഈ പഠനവും അതോടൊപ്പം തന്നെ പ്രവേശനമൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള പരിശോധന തന്നെ നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കരുനാഗപ്പള്ളിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി. സംസ്ഥാന ജില്ലാ നേതൃത്വം സമയോചിതമായി ഇടപെട്ടില്ലെന്നും വിമർശനം. റിപ്പോർട്ട് അവതരണത്തിന് ശേഷം പ്രതിനിധികളോട് സംസാരിക്കുമ്പോഴായിരുന്നു MV ഗോവിന്ദന്റെ പരാമർശം. കരുനാഗപ്പള്ളിയിലേത് വിഭാഗീയതയല്ലെന്ന CPIM പ്രവർത്തന റിപ്പോർട്ട്. വ്യക്തി താൽപര്യങ്ങളുടെ ഭാഗമായി നടന്ന ചേരിതിരിവാണ് പ്രശ്നങ്ങൾക്ക് കാരണം. സെക്രട്ടറി S സുദേവൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് പരാമർശം. കൊല്ലം ജില്ലയിലെ സംഘടനാ ബലഹീനതകൾ തിരുത്തണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഈ പ്രസ്ഥാനത്തിൻ്റെതായ വ്യക്തമായ ചിട്ടയും ക്രമവുമുണ്ട് പ്രവർത്തനത്തിൽ. ആ ചിട്ടയും ക്രമവും അറിഞ്ഞ് പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിൽ ആ ചിട്ടയും ക്രമവും ഉണ്ടാക്കാൻ പാർട്ടി ഇടപെടും.
ചിട്ടയും ക്രമവും കൂടാതുള്ള വ്യതിചലനങ്ങൾ ഇതാദ്യമായിട്ട് സംഭവിക്കുന്നതാണോ? അല്ല. CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ സമ്മേളനവേദി നിർമ്മിച്ച CPIM നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംഭവത്തിൽ കോടതിയലക്ഷ്യ നടപടി അനിവാര്യമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി വഞ്ചിയൂർ CIAയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി. ഇത്തരം പരിപാടികൾക്ക് സംഘാടകർക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടിയത് എങ്ങനെയെന്നും കോടതിയുടെ ചോദ്യം. ഹൈക്കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കോൾഡ് സ്റ്റോറേജിലായെന്നും വിമർശനം. തിരുവനന്തപുരത്ത് 4 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ച സംഭവത്തിൽ കേസെടുത്ത് തിരുവനന്തപുരം ഫോർട്ട് പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ്. പോക്സോ വകുപ്പുകൾ ചുമത്തുന്ന കാര്യവും പരിശോധിക്കും. കുഞ്ഞിനെ പരിശോധിക്കുമ്പോഴാണ് ക്രൂരത പുറത്തറിഞ്ഞത്. സ്കൂളിൽ നിന്ന് കുട്ടിയെ കൊണ്ടുവന്ന് അപ്പം മോള് ഒരു ക്ഷീണിച്ചൊരു മാതിരി ഇരുന്നു. അപ്പോൾ എന്ത് മോളെന്ന് ചോദിച്ചു. അത് ടീച്ചർ നുള്ളി തന്നു, ഇവിടെ എനിക്ക് വേദന ഉണ്ട്. അപ്പം ഞാൻ ബാത്റൂമിൽ കൊണ്ട് നോക്കിയപ്പോൾ പിള്ളേക്ക് അവിടെ കട്ടിക്ക് ചുവന്ന് മുഖം നടന്ന് നല്ല വേദനയുണ്ട്. മരുന്നിടാന്ന് സമ്മതിക്കില്ല, തൊടെ വേദനയ്ക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആര് മോളത് നുള്ളിയത് ചോദിച്ചു. കുട്ടികളൊന്നും ഇല്ല, ടീച്ചർ പേരും പറഞ്ഞു മോൾ. അപ്പം പറഞ്ഞ് വീട്ടിൽ പറയരുത്, പ്രശ്നം ഉണ്ടാവും എന്ന് ടീച്ചർ പറഞ്ഞ് പേടിപ്പിച്ച് കൊച്ചിനെ വിട്ടിരിക്കുക. ഇതാദ്യമായല്ല അധ്യാപിക കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതെന്നാണ് മാതാവിന്റെ പ്രതികരണം. ബാത്റൂമിൽ പോയപ്പം ചീറ്റിനുള്ളിൽ തന്നു മരിച്ചോട്ട് പറയണ്ടാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി അതൃപ്തി പരസ്യമാക്കി ചാണ്ടിയുമ്മൻ MLA. തനിക്ക് ഒഴികെ എല്ലാവർക്കും ചുമതല കൊടുത്തെന്ന് ചാണ്ടിയുമ്മൻ. ചാണ്ടിയുമ്മന്റെ ആരോപണത്തിൽ മറുപടി പറയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാനതിനൊന്നും മറുപടി. അത് KPCC പ്രസിഡന്റ്. ഇല്ല, ഞാൻ പൊതുസംഘടനയെ പറ്റി പറയാനുള്ള ആളല്ല. ഞാനല്ല അത് പറയേണ്ടത്. അത് KPCC AICC നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അതിലൊന്നും സംസാരിക്കുന്നു. ചാണ്ടിയുമ്മനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല തന്നോടൊപ്പം മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നവരെ പോലും തിരികെ അയച്ച് ചുമതല നൽകിയെന്ന പ്രതികരണം. പാർട്ടി നേതൃത്വത്തോടാണ് ചാണ്ടിയുമ്മന്റെ പരാതിയെന്നും താൻ നേതൃത്വത്തിന്റെ ഭാഗമല്ലെന്നും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോകും. എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. കൂട്ടി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ചുമതല. ഇതുപോലുള്ള വിവാദങ്ങൾ പരസ്യമായിട്ട് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതുകൂടി തീർത്ത് ഭംഗിയായി പോകുന്നതിനുള്ള നടപടികളുണ്ടാകണം. ഇല്ല, എന്നോടാരും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. അല്ല, എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിഭിന്നതയില്ല. ചാണ്ടിയുമ്മൻ ഉൾപ്പെടെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു വലിയ വിജയം ഉണ്ടായത്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അദ്ദേഹം വന്നിരുന്നു, ഞങ്ങളെ കൂടിയാണല്ലോ സ്വീകരിച്ച്. നിരവധി കുടുംബയോഗങ്ങളിലും പൊതുപരിപാടികളിലൊക്കെ ചാണ്ടിയുമ്മൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തനം അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, പ്രത്യേക ചുമതല ആർക്കും നൽകിയിട്ടില്ല. KPCC തീരുമാനിച്ച മുതിർന്ന നേതാക്കന്മാർക്കാണ് ചുമതല. അദ്ദേഹം MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്, പ്രചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേക ചുമതല അദ്ദേഹത്തിന് നൽകിയതായിട്ട് അറിയില്ല. രാഷ്ട്രപതിക്ക് കത്തയച്ച് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി. മെമ്മറി കാർഡ് തുറന്നതിൽ നടപടിയില്ലെന്നാണ് അതിജീവിതയുടെ പരാതി. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ഇതിനാലാണ് കത്തയക്കുന്നതെന്നും അതിജീവിത. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയായേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ. ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കുമെന്നതിനെ ചൊല്ലി വിവാദം തുടരുന്നു. സഖ്യത്തെ മമതാ ബാനർജി നയിക്കണമെന്ന അഭിപ്രായവുമായി ലാലു പ്രസാദ് യാദവ് രംഗത്തെത്തി. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ എതിർപ്പിന് അർത്ഥമില്ലെന്നും ലാലു പ്രസാദ് യാദവ്. कांग्रेस की वजह नहीं हो, ममता को दो। मुख्यमंत्री नीतीश कुमार यात्रा पे जा रहे लालू जी। अच्छा जा रहे हैं, तो अब तो नैन सेकने जा रहे हैं। न तो ममता जी को दे दिया जाए। हाँ, दे दे। 25 में बोल रहे हैं सरकार फिर से बना रहे हैं लालू जी। हाँ, बनाएंगे हम लोग। नीतीश कुमार दावा कर रहे हैं कि 225 सीट जीतेंगे NDA। अरे पहले आँख सेके ना अपना, जा रहे हैं आँख सेक। ഭരണ പ്രതിപക്ഷ പോരിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ബഹളമയം.
രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. നോട്ടീസ് നൽകിയതായി സ്ഥിരീകരിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. പക്ഷപാത പെരുമാറ്റത്തെ തുടർന്ന് മറ്റ് മാർഗങ്ങളില്ലാത്തതിനാലാണ് അവിശ്വാസ പ്രമേയമെന്ന് ജയറാം രമേശ്. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിലെ ചർച്ച സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. हर रोज यही है हमारी कोशिश, लेकिन किसी वजह से सरकार नहीं चल रही। हम जो प्रदर्शन कर रहे हैं वो बाहर कर रहे हैं, हमने काम करके अंदर जा रहे हैं। रोज हम कोशिश करते हैं, लेकिन वो नहीं चाहते, चर्चा नहीं चाहते, तो किसी न किसी बहाने adjourn करा रहे हैं हर रोज. തിരുവനന്തപുരം പോത്തൻകോട് വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി കസ്റ്റഡിയിൽ. പോത്തൻകോട് സ്വദേശി തൗഫീഖിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭിന്നശേഷിക്കാരിയായ തങ്കമണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ. അന്വേഷണത്തിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങൾ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നവജാത ശിശുവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മീൻ പിടിക്കാൻ പോയവരാണ് പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാത്ത നിലയിൽ ആൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആംബുലൻസിന് മുന്നിൽ റിക്കവറി വാനിൽ അഭ്യാസം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് മുന്നിലായിരുന്നു അഭ്യാസം. കോട്ടയം പനച്ചക്കാട് സ്വദേശി ആനന്ദിന്റെ ലൈസൻസ് RTO സസ്പെൻഡ് ചെയ്തു. അഭ്യാസത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. തൃപ്പൂണിത്തുറ സ്വദേശിയായ ഡോക്ടർക്ക് 4 കോടി രൂപ നഷ്ടമായി. 21 തവണയായാണ് പണം കൈമാറ്റം ചെയ്തത്. ബജാജ് ആപ്പിലൂടെ ഷെയർ മാർക്കറ്റ് ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 4 കോടി രൂപ വാങ്ങിയ ശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ നീക്കം ചെയ്തു. ചികിത്സാ പിഴവ് വിവാദത്തിന് പിന്നാലെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പുതിയ പരാതി. വാക്കം ഡെലിവറിക്കിടെ നവജാത ശിശുവിന്റെ കൈ തളർന്നു പോയെന്ന രക്ഷിതാക്കൾ. ദുരവസ്ഥ ആര്യാട് സ്വദേശി രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന് ആരോഗ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി കുടുംബം. വലത് കൈക്ക് ചലനശേഷി കുറവാണ്. തന്നെത്താനെ കൈ നിവർത്തത്തില്ല, മുകളിലോട്ട് പൊക്കത്തില്ല, കൈ തന്നെത്താനെ മടക്കത്തില്ല, കൈ തിരിച്ചു വെച്ചിരിക്കുക, തിരിഞ്ഞിരിഞ്ഞാണ് പോകുന്നത്. ലേബർ കോട്ടിലോട്ട് കയറ്റി കഴിഞ്ഞ് പിന്നെ ഫുള്ളായി കഴിഞ്ഞ് പെട്ടെന്ന് നമുക്കൊരു സമയം തന്നില്ല അവർ. നമ്മൾ പ്രസവത്തിന് കയറുമ്പോൾ ഒരു ഫണ്ടർ പ്രഷറൊക്കെ തരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പ്രസവിക്കാം. അതിന് ആരും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്തൊന്നുമില്ല. നമ്മൾ ലേബർ കോട്ടിൽ കയറി നമ്മളോട് തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് കൂടുതലും സ്ട്രെയിൻ ചെയ്യാൻ ഇച്ചിരി പാട് തോന്നി. അപ്പോഴത്തേക്ക് ഇവർ വാക്കം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുക്കുമായിരുന്നു. ഫാസ്റ്റ് ആക്കിക്കൊണ്ടാണ് എന്തോ. 17 പൈസ കൂടി സർചാർജ് പിരിക്കാനുള്ള KSEB നീക്കത്തിന് തടയിട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. വലിയ തുക സർചാർജായി പിരിക്കാൻ കഴിയില്ലെന്ന് കമ്മീഷൻ. 4 മാസത്തെ കണക്കിന് പകരം 3 മാസത്തെ കണക്ക് സമർപ്പിക്കാൻ നിർദ്ദേശം. 24 ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും. കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതിഷേധം കടുക്കുന്നു. മൻസൂർ ആശുപത്രി മാനേജ്മെന്റിനെ പോലീസ് സഹായിക്കുന്നുവെന്ന ആരോപണം. ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകരുടെ മാർച്ച്. ആശുപത്രി മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണവുമായി കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ രംഗത്തെത്തി. കരിവന്നൂർ ബാങ്കിൽ വീണ്ടും EDയുടെ പരിശോധന. അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പരിശോധന. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവരുടെ ലോൺ വിശദാംശങ്ങൾ ശേഖരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 100 വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരളം പ്രതികരിച്ചില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മുഖ്യമന്ത്രി പിണറായി വിജയന് സിദ്ധരാമയ്യ കത്തയച്ചു. കേരള ചീഫ് സെക്രട്ടറി തലത്തിലും വിഷയം സംസാരിച്ചു. വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്നും സിദ്ധരാമയ്യ. കർണാടക സർക്കാരിന് മറുപടി നൽകാത്തത് കേരള സർക്കാരിന്റെ ഗുരുതര കൃത്യവിലോപമെന്ന് T. സിദ്ദിഖ് MLA. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ 100 വീട്, 100 വീട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, 100 വീട് കർണാടക ഗവൺമെൻറ്, 100 വീട് DYFI ഓഫർ ചെയ്തിട്ടുണ്ട്, 100 വീട് KCBC ഓഫർ ചെയ്തിട്ടുണ്ട്, 100 വീട് പ്രതീക്ഷ. ഞാൻ അതിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ്. ഞാനും പങ്കെടുത്താണ് തീരുമാനമെടുത്തത്. പ്രതീക്ഷ അവിടെ തണൽ ഫാറൂഖ് സാഹിബും അതുപോലെ തണലിൻ്റെ ഡോക്ടർ ഇദ്രീസ് ഉൾപ്പെടെ വലിയൊരു ടീം, അതിൻ്റെ സദോള സാഹിബ് ഉൾപ്പെടെ ഒത്തിരി ആളുകൾ അതിൻ്റെ കൂടെയുണ്ട്.
അവരുടെ 100 വീട് 600 വീട് ഇപ്പം തന്നെ ആയി. 600 വീട്, ഈ 600 പേരോട് വീട് ഓഫർ ചെയ്ത ആളുകളോട് വരെ സംസാരിച്ചില്ല. എന്ത് സംവിധാനമാണിത്? സത്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പോവുക. പ്രയോറിറ്റി ഇവർക്ക് ഈ ദുരന്തം നിലവിൽ പ്രയോറിറ്റി ഇല്ല. അതാണ് ഗവൺമെന്റ് സമീപനം. വധശിക്ഷ നടപ്പാക്കുന്നതിലെ അകാരണമായ കാലതാമസം പ്രതിയുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതെന്ന് സുപ്രീം കോടതി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളുടെ ദയാഹർജികൾ വേഗത്തിൽ തീർപ്പാക്കണമെന്ന് സുപ്രീം കോടതി മാർഗനിർദ്ദേശം നൽകി. ഹർജികൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക സെൽ രൂപീകരിക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കും നിർദ്ദേശം. ശബരിമല ഇടത്താവളത്തിൽ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ് സ്ഥാപിച്ചതിനെതിരെ ഹൈക്കോടതി. അഭിവാദ്യ ഫ്ലെക്സ് വെക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങളെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. വിമർശനം. ആലപ്പുഴ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ സർക്കാർ തീരുമാനത്തിന് അഭിവാദ്യം അർപ്പിച്ച് ക്ഷേത്രോപദേശക സമിതി സ്ഥാപിച്ച ഫ്ലെക്സിനെതിരെ സമാന സ്വഭാവത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ മറ്റിടത്താവളങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിക്കണം. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം. 24 ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും. ഗഗൻയാൻ ഒരു കടമ്പ കൂടി കടന്നുവന്ന ISRO. പേടകം സുരക്ഷിതമായി താഴെയിറക്കുന്ന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. വിശാഖപട്ടണത്ത് കടലിലാണ് ISROയും നാവികസേനയും ചേർന്ന് പരീക്ഷണം നടത്തിയത്. 24 ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു.